സോ ഗൈസ്, ഐ എം ബാക്ക്. യെസ്, ഇന്ന് കണ്ട സിനിമയുടെ പേരാണ് സൂക്ഷ്മദർശിനി. ഇംഗ്ലീഷിൽ ഐ ഡോണ്ട് നോ എന്താ പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് കോൺവെക്സ് ലെൻസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. എന്താ യെസ്, മാഗ്നിഫൈങ് ഗ്ലാസ് അങ്ങനെയൊക്കെ പറയാം. സോ ഗൈസ്, പടത്തിലേക്ക് വരുന്നതിന് മുൻപ് ലെറ്റ്സ് റോൾ ബാക്ക് ടു ദ 90s വേർ വി വർ കിഡ്സ്. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് നമുക്ക് 90കളിൽ പോയിട്ട് നമ്മുടെ ചില നോസ്റ്റാൾജിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് തപ്പാം. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ചവരാണെങ്കിൽ, നിങ്ങൾ സ്കൂൾ ലൈബ്രറിയിൽ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അക്കാലത്ത് കണ്ട 2 അല്ലെങ്കിൽ 3 പുസ്തകത്തിൻ്റെ പേര് ഇങ്ങനെയായിരിക്കും. ഷെർലോക്ക് ഹോംസ് കണ്ടു കാണുമായിരിക്കുമല്ലോ. പിന്നെ ദ ഫേമസ് 5 കണ്ടിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു പേരും കൂടെ ഉണ്ട്, നാൻസി ഡ്രൂ. ഇപ്പം മനസ്സിലായാലോ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. യെസ്, സോ നമ്മുടെ നാൻസി ഡ്രൂവിൻ്റെ ഒരു മല്ലുഫൈഡ് വെർഷനാണ് സൂക്ഷ്മദർശിനി. മല്ലുഫൈഡ് വെർഷനാണ് പ്രിയ. ഇപ്പം നിങ്ങൾ ചോദിക്കും ആരാ പ്രിയ എന്നുള്ളത്. യെസ്, നമ്മുടെ സിനിമയിലെ കഥാനായികയാണ് ഗൈസ് പ്രിയ. ബൈ ഡിഫോൾട്ട് പ്രിയ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് നസ്രിയ ആണ്. ആൻഡ് കൂടെ സിദ്ധാർത്ഥ് ഭരതൻ, ബേസിൽ ജോസഫ്, പിന്നെ ബ്ലാ 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 കുറേ പേരൊക്കെ ഉണ്ട്. പടം എങ്ങനെയുണ്ട്? കൊള്ളാം, വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് എന്താ പറയുക, ഒരു നോർമൽ ക്രൈം ത്രില്ലറിനെ പോലെയല്ല, ഒരു നാൻസി ഡ്രൂ ഒരു കഥ വായിക്കുന്നതിൻ്റെ ഒരു സുഖം ഇതിൽ എനിക്ക് ഫീൽ ചെയ്തു സിനിമ കാണുമ്പോൾ. കാരണം നാൻസി ഡ്രൂവിൻ്റെ കഥയെ ആസ്പദമാക്കി ഹോളിവുഡിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഹിറ്റൊന്നും ആയില്ല, ഭയങ്കര സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കൊള്ളാം. പക്ഷെ നാൻസി ഡ്രൂവിനെ പോലെയല്ല പ്രിയ, ബിക്കോസ് നാൻസി ഡ്രൂ ഒരു സ്റ്റുഡൻ്റാണ്. ഒട്ടുമിക്ക കഥകളിലും അവളുടെ കൊച്ചമ്മയുടെയും കൊച്ചാച്ചൻ്റെയും മാമൻ്റെയും അമ്മായിയുടെയും ചേട്ടൻ്റെയും അവൻ്റെയൊക്കെ വീട്ടിൽ സമ്മർ വെക്കേഷന് പോവും. എന്തെങ്കിലും കുനിഷ്ട ഒപ്പിക്കും. ആ കുനിഷ്ടയുടെ പിന്നിൽ എന്തെങ്കിലും മണ്ടന്മാരായിട്ടുള്ള കുറച്ച് വില്ലന്മാരുണ്ടെന്ന് മനസ്സിലാക്കും. അവർ പിന്നാലെ പോവും. നാൻസി അതിൽ പെടും. എന്നിട്ട് നാൻസിൻ്റെ കൂട്ടുകാരനായി ഏതെങ്കിലും പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിളോ അങ്ങനെ ആരെങ്കിലും വന്ന് രക്ഷിക്കും. ഇതാണ് സ്ഥിരം ശൈലി ആ കഥയിലുള്ളത്. ഈ ഒരു സിനിമയിലും ഏകദേശം അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. സോ ഒരു വ്യത്യാസം, നമ്മുടെ മല്ലിഫൈഡ് നാൻസി ഡ്രൂ ഇതിൽ മാരീഡ് ആണെങ്കിൽ, യെസ്, ഇതിൽ നമ്മുടെ നാൻസി ഡ്രൂ കല്യാണം കഴിച്ചിരിക്കുകയാണ്. വെറും കല്യാണം മാത്രമല്ല, കക്ഷിക്ക് ഒരു കൊച്ചുകുട്ടിയുണ്ട് ഗൈസ്. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ, കക്ഷി യൂട്യൂബ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചാനൽ ഫീഡ് ചിലപ്പോൾ കാണുമായിരിക്കും. ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഐ തിങ്ക് ഇറ്റ് സംതിങ് ലൈക്ക് മാളൂട്ടി എന്തോ ആണ് കക്ഷിയുടെ പേര്. അതിൽ ഫെയിം ആയിട്ടുള്ള കക്ഷിയാണ് ഇതിൽ നസ്രിയയുടെ മകളായിട്ട് അഭിനയിക്കുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഹെർ റിയൽ നെയിം ഇസ്. ചിലപ്പോൾ മാളൂട്ടി തന്നെ ആയിരിക്കും. ആൻഡ് കൊള്ളാം, ഒരു ക്രൈം ത്രില്ലർ. ഇപ്പോൾ ഇതിനൊപ്പം തന്നെ ഇറങ്ങിയ സിനിമയാണ് ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം. ഷൈൻ ടോം ചാക്കോ അഭിനയിക്കുന്ന ഒരു സിനിമ, ഒരു കണ്ണൂർ സ്ക്വാഡ് ടൈപ്പിലുള്ള സിനിമ. സോ അതിലും ഇതുപോലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ബട്ട് ഇത് കുറച്ചും കൂടി നല്ലൊരു ലാഘവത്തോടെ, നല്ലൊരു ലാഗില്ലാതെ, ഒരു കോമഡി ഇല്ല, എന്നിരുന്നാലും ഒരു ഈസി ഫ്ലോയിൽ കാണാൻ പറ്റിയൊരു സിനിമ. ഒരു നോർമൽ മല്ലിഫൈഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ അല്ല ഈ ഒരു സിനിമ. ഒരു ടോട്ടൽ ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സിദ്ധാർത്ഥ് ഭരതൻ്റെ ആ ഒരു ക്യാരക്ടറുണ്ട്, ഒരു തരം വള്ളിപ്പുട്ടിയ എന്തോ ഒരു നട്ട് ലൂസായിട്ടുള്ള കക്ഷി പോലെയുള്ളത്. സോ ഓവറോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് OTT റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, തിയേറ്ററിൽ പോയി കാണുന്ന, ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യം, എനിക്ക് കിട്ടിയ ഒരു അനുഭവം, ഈ സിനിമ കാണുന്ന സമയത്ത് ഇതിലൊരു സീനുണ്ട്. സോ ആ സീൻ കണ്ടിരിക്കെ എവിടുന്നോ ഏതോ ഒരുത്തൻ അല്ലെങ്കിൽ ഏതോ ഒരുത്തി ഇരുന്ന് ഒച്ചത്തിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവോ കൂട്ടുകാരൻ ആരാണാവോ ആക്ച്വലി ചോദിക്കേണ്ടത്, എന്തിനാണ് അവൻ ആ ടാങ്കിൽ നിന്നും ആ സാധനം കോരിയെടുത്തിട്ട് ക്ലോസറ്റിൽ ഒഴിക്കുന്നത്? അതെടുത്ത ടാങ്കിൽ നിന്ന് എടുത്ത് 2 പേരും കൂടി പൊക്കി എടുത്തിട്ട് ഒഴിച്ചിട്ടാൽ പോരെ? എന്തിനാണ് ഇത്രയും സമയം വീണ്ടും 1 2 3 4 5 എന്ന് പറഞ്ഞ് പല ടൈം സെറ്റപ്പൊക്കെ ചെയ്യേണ്ട കാര്യം? സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആ ഒരു പ്രോസസ്സ്, അവർ ചെയ്യുന്ന ആ ഒരു തരം ആസിഡ് ഉപയോഗം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് നോർമൽ വിത്ത് മൂവീസ്. ലൈക്ക് എല്ലാ മൂവീസിലും ചിലപ്പോൾ ഇങ്ങനത്തെ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ നമ്മുടെ തലമണ്ട പിന്നെ അധികം കുറേ മുടിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കാര്യം പിടിത്തും കെട്ടി ബാക്കിയുള്ളവർക്ക് എന്താണോ എന്തോ.
സോ on a nutshell, I like the movie very much. And പഴയ ആ നസ്രിയ സിനിമകൾ കാണുന്ന പോലെയുള്ള കുട്ടിത്തവും സ്വഭാവങ്ങളും ആ വക ടൈപ്പുകളും ഈ സിനിമയിലും കിട്ടാവുന്ന സ്ഥലത്തൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. കൊള്ളാം. പിന്നെ ഇതിൽ സ്ഥലം പേര് പറയുന്നതാണ് കൂച്ച് ബിഹാർ. ഐ ഡോണ്ട് നോ, വെസ്റ്റ് ബംഗാളിലൊന്നും ഉണ്ടെന്നാണ് സിനിമയിൽ പറയുന്നത്. ഗൂഗിളിലൊന്നും പോയില്ല. ബിക്കോസ് ഐ ഡോണ്ട് കെയർ. അവിടെ എന്തെങ്കിലും പോകാനുള്ള സാധ്യതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡസൻറ്റ് മാറ്റർ. ആൻഡ് സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ് ക്ലൈമാക്സിനോട് ചേർന്നിട്ട് പ്രിയയുടെ കയ്യിലേക്ക് ബേസിലിൻ്റെ ഫോൺ എത്തുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അമ്മച്ചി ഇന്ന് എന്തായടാ കാര്യങ്ങൾ. അപ്പോൾ പ്രിയ എന്ന് പറയുന്നുണ്ട്, അമ്മച്ചി നൈസായിട്ട് പ്ലാൻ ഒന്ന് ഇതായിട്ട് എന്തൊരു ഡയലോഗ് കിടക്കുന്നുണ്ട്. നൈസായിട്ട് പ്ലാൻ ഒന്ന് വഴുതിപ്പോയി എന്തോ ഒരു വാചകം പറയുന്നത്, ഛേ മറന്നുപോയി. അത് വളരെ ഇഷ്ടപ്പെട്ടു. ഓവറോൾ കൊള്ളാം, ഇഷ്ടപ്പെട്ടു ഗൈസ്. ആൻഡ് ടോട്ടലി ഡിഫറെൻറ്റ് എന്താ പറയുക, ഒരു ആംഗിളിൽ എനിക്ക് പിടുത്തം കിട്ടിയില്ല. സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയോടുകൂടി ക്ലൈമാക്സിനോട് ചേരുമ്പോഴാണ് മനസ്സിലാവുന്നത് വാട്ട് ഈസ് എ ക്രൈം, ആരാണ് വിക്ടിം ഇവിടെ എന്നുള്ളത്. ഒരു ഹിൻഡ് പോലും കൊടുക്കാണ്ടാണ് പോയിരുന്നത്. നമ്മളെല്ലാവരും വിചാരിച്ച അമ്മച്ചിയായിരിക്കും എന്നുള്ളത്. സ്പോയിലേഴ്സാണ്. ബട്ട് എനിവേ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ആൻഡ് സിദ്ധാർത്ഥ് വരുന്നതിൻ്റെ ആ റോൾ യു കെയിൽ നിന്ന് പഠിച്ചു വന്ന അവൻ്റെ പ്ലാൻ പാളത്തില്ല ഹിസ് ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ പോവുകയും പിന്നെ ഒരു ടൈലൻ്റ് പോലെ ഹോണ്ട ബ്രിയോ എന്നല്ലല്ലോ വണ്ടിയുടെ പേര്, ഹോണ്ട ജാസ് ആണെന്ന് തോന്നുന്നു. യെസ്, അതിൻ്റെ പിന്നെ BMW കൊണ്ട് ഇടിക്കുന്നതും പിന്നെ ഇവിടെ സൂക്ഷ്മദർശിനി പോലെ ഇങ്ങനെ നോക്കുന്നത്, ബമ്പർ ടു ബമ്പർ നോക്കിയിട്ട് ആ സമയത്താണ് ആ ഒരു ഫേമസ് പാട്ട് പ്ലേ ആവുന്നത്. സോ അതോടുകൂടി സിനിമ അവസാനിക്കുകയാണ് ഗൈസ്. സോ ഗൈസ്, ഐ urge you guys to watch this movie in theaters. ഒരു രസമുണ്ട് കാണാനായിട്ട്. ഒരു അട്ടഹാസമോ കോമഡിയോ അധികമൊന്നുമില്ല. ബട്ട് ബേസിൽ ജോസഫിൻ്റെ ആ ഒരു ചെറിയ കൂട്ടിത്തന്ന ഒരു കോമഡികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ലൈക്ക് വി ഫീൽ ഹാപ്പി, വി ഫീൽ ലൈക്ക് റിലാക്സ്ഡ് ടു വാച്ച് എ മൂവി. ഒരു ക്രൈം ത്രില്ലർ കാണുന്ന പോലെ ഒന്നും അങ്ങനെയൊന്നുമില്ല. ബേസിൽ ജോസഫ് ആണെങ്കിൽ യെസ് അതൊക്കെ തന്നെ. സോ ഗൈസ്, അതിനൊപ്പം തന്നെയാണ് ഷറാഫുദ്ദീൻ്റെ പടം കൂടി ഇറങ്ങിയിരിക്കുന്നത്. സോ അടുത്ത റിവ്യൂ അതിനെക്കുറിച്ചിട്ടായിരിക്കണം, കാരണം കാണാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഓവറോൾ റിവ്യൂസ് ബാഡ് ആസ് മൂവി എന്നാണല്ലോ എല്ലാവരും. ദേ ലൈക്ക് വെരി ഹാപ്പി. ചിരിയുടെ ആരവം അട്ടഹാസം തിയേറ്ററിലുണ്ടെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ക്ലിപ്പിങ്സ് വരെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു. സോ ഐ എം ലൈക്ക് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ എക്സ്പീരിയൻസ് ഇറ്റ് ഫസ്റ്റ് ഹാൻഡ്. സോ ഗൈസ്, അതിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരേക്കും ബിഗ് അപ്ലോഡ് ടു ദ എൻറ്റയർ ടീം ഫോർ പുള്ളിങ് അപ്പ് ദിസ് മൂവി. കൊള്ളാം, വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് മല്ലിഫൈഡ് വേർഷനാണ് എനിക്ക് പറയാൻ തോന്നിയത്. ബട്ട് റോൾ എന്ന രീതിയിലല്ല, ബട്ട് എവിടെയൊക്കെ അതാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. കൊള്ളാം, ഹാറ്റ്സ് ഓഫ്. സോ അതൊക്കെ തന്നെ. പിന്നെ യൂഷ്വൽ ഡയലോഗുകൾ ക്യാച്ചപ്പ് ലൈൻ അറിയാമല്ലോ. സ്റ്റേ ട്യൂൺ ഫോർ മോർ ഗൈസ്.